ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഗാനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകി. ജയിലിലുള്ള മറുപടി വോട്ടിലൂടെ എന്ന ഉള്ളടക്കമാണ് ഗാനത്തിലുള്ളത്. കേന്ദ്ര സർക്കാരിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് BJP പരാതി നൽകിയിരുന്നു. നേരത്തെ ഈ ഗാനത്തിനെതിരെ വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ്. സ്വാതി, ഈ ഗാനം വിലക്കാനുള്ള തീരുമാനം വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ പരിഷ്കരിച്ച പാട്ടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ഗാനത്തിന്റെ ഉള്ളടക്കം പ്രധാനമായും എന്താണ് പറയുന്നത്? മനു, ഈ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഗാനത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. നേരത്തെ മനു സൂചിപ്പിച്ച പോലെ ജയിലിലുള്ള മറുപടി വോട്ടിലൂടെ എന്ന ഉള്ളടക്കമാണ് ഗാനത്തിലുള്ളത്. അതായത് കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ED ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ പരാമർശങ്ങൾ ഗാനത്തിൽ ഉള്ളതാണ് കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിച്ചത്. അത് BJPക്ക് വലിയ തരത്തിൽ പ്രഹരമേറ്റിരുന്നു. ഇതിനെതിരെയാണ് BJP സംസ്ഥാന നേതൃത്വം ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയുമായി പോയത്. ആ പരാതി ലഭിച്ച ഉടനെ തന്നെ ആം ആദ്മി പാർട്ടി നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ നോട്ടീസിൽ പറഞ്ഞത് കൃത്യമായും ഈ കെജ്രിവാളിന്റെ അറസ്റ്റ് സംബന്ധിച്ച രാഷ്ട്രീയം ഈ പാട്ടിൽ നിന്നും മുറിച്ചു മാറ്റണമെന്നും അതില്ലാത്ത ആ ഉള്ളടക്കം മാറ്റിക്കൊണ്ട് പരിഷ്കരിക്കണമെന്നും അടക്കമുള്ള നിർദ്ദേശമാണ് അന്ന് നോട്ടീസിൽ കമ്മീഷൻ സൂചിപ്പിച്ചത്. എന്നാൽ അതൊരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടി നേതൃത്വം. അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൃത്യമായ മറുപടി കൊടുക്കുകയും ഇത് മാറ്റില്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. എങ്കിൽ ഇതിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. അപ്പോഴും ഗാനത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയുള്ള രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പുതിയ ഈ പരിഷ്കരിച്ച ഗാനത്തിൽ ഈ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുമതിയും നൽകിയിട്ടുണ്ട്. ഇതിനോട് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചത് സത്യം എന്നായാലും വിജയിക്കും, അതിന്റെ തെളിവാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് അനുമതി നൽകിയതിലൂടെ തെളിയുന്നത് എന്നടക്കമാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം പ്രതികരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് എന്തായാലും അടുത്തിരിക്കെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഇത് ആം ആദ്മി പാർട്ടിക്ക് ഒരു ആവേശമായി മാറുമെന്നതിൽ സംശയമില്ല മനു.